പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഹിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചതിനെ തുടർന്ന് മഹി ഈ അവസരം ക്രിഷ് മണ്ടത്തരം കാണിച്ച് കുളമാക്കരുത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതോടെ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് ക്രിഷ് തുറന്നു പറയുന്നു. ഇത് കേൾക്കുന്ന മഹി നല്ലൊരു അവസരമാണ് മാനസയെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കുന്നതിനായി നിനക്കിപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്. ബുദ്ധിപൂർവം നീ കളിക്കുകയാണ് എങ്കിൽ ഈ അവസരം മുതലാക്കാൻ നിനക്ക് സാധിക്കും. കൺമണിയും മാനസയും എതിരാളികളാണ്. അതുകൊണ്ട് തന്നെ കൺമണി ഇപ്പോൾ നിന്റെ ഓഫീസിലേക്ക് വന്നതിനെ തുടർന്ന് മാനസയ്ക്ക് അത് തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് നീ ഇപ്പോൾ കമ്പനി കൺമണിയുമായി ഉണ്ടാക്കണം. ആ ഫ്രണ്ട്ഷിപ്പ് കണ്ട് മാനസയ്ക്ക് ദേഷ്യവും ഉണ്ടാവണം. അങ്ങനെ മാനസയും കൺമണിയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകാൻ ഉള്ള സാധ്യത വരികയും ചെയ്യും. ആ അവസരം മുതലെടുത്താണ് നിനക്ക് കൺമണിയെയും മാനസയെയും ഒതുക്കുന്നതിനായി സാധിക്കുക. കൺമണിയെ ഒരുപക്ഷെ നിനക്ക് വളരെ നിസ്സാരമായി പിരിച്ചുവിടാൻ സാധിക്കും. അതുപോലെ തന്നെ മാനസയെ ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് പുറകോട്ട് കൊണ്ടുപോയി നിന്റെ നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യം തിരികെ ലഭിക്കാനും കാരണമാകും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീയൊന്ന് ആലോചിച്ചു നോക്കിയേ. ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന ക്രിഷ് എന്തായാലും അച്ഛനെ ചെന്ന് കണ്ട് ക്ഷമ പറഞ്ഞേക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നിന്റെ അച്ഛൻ്റെ സഹായവും നിനക്ക് ആവശ്യമായി വരും ഈ കാര്യത്തിൽ. അതുകൊണ്ട് നീ ഉടൻ തന്നെ അച്ഛനെ ചെന്ന് കണ്ട് ഒന്നും അറിയാത്തതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും മാത്രവുമല്ല കൺമണി നിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ഞാനത് നടത്തി കാണിച്ചു തരാമെന്ന് വ്യക്തമാക്കുകയാണ് ക്രിഷ്. ഇതേ തുടർന്ന് സാഗറിനെ ചെന്ന് കാണുന്ന ക്രിഷ്, ഞാൻ വളരെ ഇമോഷണൽ ആയിട്ടാണ് നേരത്തെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഡിസിഷൻസും തെറ്റിപ്പോയി. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്ന സാഗർ, നീ ഇപ്പോഴെങ്കിലും നിന്റെ ഡിസിഷൻ മാറ്റിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയെ ജോലിക്ക് എടുത്തത് പൂർണ്ണമായും അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവളെ പിരിച്ചുവിട്ടത് ഞാനാണ്. അതുകൊണ്ട് തന്നെ അവളെ അച്ഛൻ തിരിച്ചെടുത്താൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കണ്ടീഷൻ ഇതിൽ എനിക്ക് വെക്കാനുണ്ട്. അത് എന്താണ്? നിനക്ക് എന്താണ് മുന്നിലേക്ക് വെക്കാനുള്ള കണ്ടീഷൻ? നീ പറയൂ എന്ന് സാഗർ വ്യക്തമാക്കിയതിനെ തുടർന്ന് കൺമണി തൻ്റെ അണ്ടറിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത് എന്നും മാത്രവുമല്ല ഇനി അടുത്ത ഫംഗ്ഷൻ കമ്പനിയുടെ വരുന്നുണ്ട്. ആ ഫംഗ്ഷന് ഞാനും കൺമണിയും ഒരുമിച്ച് തന്നെ പോവുകയും ചെയ്യും എന്ന് കൃഷ് അറിയിച്ചതിനെ തുടർന്ന് അത് ഓക്കെ എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് സാഗർ. മാത്രവുമല്ല ഈ ഫംഗ്ഷന് കൺമണിയെ പിക്ക് ചെയ്യുന്നതിനായി നീ വരും എന്നുള്ള കാര്യം ഞാൻ തന്നെ അവളെ വിളിച്ചു പറഞ്ഞുകൊള്ളാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ കൃഷ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. ഇതേ സമയം വീട്ടിലേക്ക് തിരികെ എത്തിയ കൺമണിയെ ഞെട്ടിച്ചുകൊണ്ട് സാഗറിൻ്റെ ഫോൺ കോൾ എത്തുകയും കമ്പനിയുടെ കാര്യങ്ങൾക്കായി കൃഷിൻ്റെ കൂടെ കൺമണി പോകേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് MD-യുമായുള്ള പ്രശ്നങ്ങൾ പറയുന്ന കൺമണി, ഞാനിനി കൂടെ പോയാൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സാഗർ, കമ്പനിയിലെ 2 എംപ്ലോയീസ് അത് കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ അവരുടെ ഈഗോ ക്ലഷെല്ലാം മറന്നു വേണം മുന്നിലേക്ക് പോകാനെന്നും എന്നാൽ മാത്രമാണ് കമ്പനിക്ക് പ്രോഫിറ്റും മറ്റ് ബെനിഫിറ്റ്സും കിട്ടുകയുള്ളൂ എന്ന് അറിയിക്കുന്നു.
അതുകൊണ്ട് കൺമണി നാളെ തന്നെ കൃഷിൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞ് സാഗർ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതോടെ കൺമണി അതിന് തയ്യാറായിക്കൊണ്ട് പിറ്റേന്ന് ശരിയായി മുന്നിലേക്ക് വരികയാണ്. പക്ഷേ ഇതിനിടയിൽ അമ്മായിമാർ ഈ കാര്യം അറിയാൻ ഇടയാകുന്നു. ഇതോടെ ഒരിക്കലും ക്രിഷ് കൺമണിയെ പിക്ക് ചെയ്യുന്നതിനായി വരികയില്ല എന്നും അങ്ങനെ വരികയാണ് എങ്കിൽ തലമുടി വടിക്കും എന്നും അവർ വെല്ലുവിളിക്കുന്നു. ഇതോടെ കൺമണി അത് കാര്യമായി എടുക്കാൻ തയ്യാറാകുന്നില്ല എങ്കിലും ഗൂഗിൾ അത് ചെയ്തു കാണിക്കണം എന്ന് പറയുകയാണ്. എന്തായാലും നാളെ മോർണിംഗ് കാര്യം അറിയാമല്ലോ എന്ന് വ്യക്തമാക്കുകയാണ് അമ്മായിമാർ. ഇതോടെ അമ്മായിമാരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ക്രിഷ് കാറുമായി കൺമണിയെ പിക്ക് ചെയ്യുന്നതിനായി വീട്ടിലേക്കെത്തുന്നു. അപ്രതീക്ഷിതമായ ഈ കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അമ്മായിമാരെ. ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അമ്മായിമാർ ആകെ പകച്ചു പോവുകയും ക്രിഷ് കൺമണിയോട് കാറിലേക്ക് കയറാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആദ്യമൊന്ന് മടിച്ചു നിൽക്കുന്നുവെങ്കിലും പിന്നീട് ക്രിഷ് പറഞ്ഞതിനെ തുടർന്ന് കയറുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൺമണി. ഇതോടെ കൺമണിയെയും പിക്ക് ചെയ്ത് ക്രിഷ് അവിടെ നിന്ന് പോകുന്നു. ഗൂഗിൾ ഇതേ തുടർന്ന് മുന്നിലേക്ക് വരികയും ഉടൻ തന്നെ കാര്യപരിപാടികൾ മുന്നോട്ട് പോകട്ടെ എന്ന് അമ്മായിമാരോട് പറയുകയും ചെയ്തതിനെ തുടർന്ന് അമ്മായിമാർ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് മാനസ കൺമണിയെ പിക്ക് ചെയ്തുകൊണ്ട് ക്രിഷ് വരുന്നത് കാണാൻ ഇടയാകുന്നത്. ഇത് മാനസയെ പ്രകോപിപ്പിക്കുന്നു. മാത്രവുമല്ല ഇതേ തുടർന്ന് കൃഷിനെ ചെന്ന് കാണുന്ന മാനസ എന്തിനാണ് അവളെയൊക്കെ പിക്ക് ചെയ്തു വന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല മുഖത്തെ ജലസി പുറത്ത് കാണിക്കുകയും ചെയ്യുന്നു. കൺമണിയോട് ഇനി മുതൽ ഈ കാറിൽ കയറരുത് എന്നും മാനസ അവിടെ വെച്ച് പറയുകയാണ്. പക്ഷേ കൺമണിയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ക്രിഷ് ഇത് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കുമെന്ന് മനസ്സിലാക്കുകയും കൺമണിയും മാനസയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ക്രിഷ് മാനസയെ എതിർത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്നത്. ഇത് മാനസയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.